ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്ന് അതിദാരുണമായ ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ്. ഹൃദയഭേദകമായ വാർത്തയാണ് കാൺപൂരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. സ്വന്തം അച്ഛൻ ഇരട്ട പെൺമക്കളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നതാണ് ആ വാർത്ത. ഞായറാഴ്ച പുലർച്ചെയാണ് ക്രൂരമായ ഈ കൊലപാതകം നടന്നത്. 48 വയസ്സുകാരനായ ശശിരഞ്ജൻ മിശ്ര തന്റെ ഫ്ളാറ്റിൽ 11 വയസ്സുള്ള ഇരട്ട പെൺമക്കളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പ്രതി പോലീസിനെ വിളിച്ച് ഈ കൊലപാതക വിവരം അറിയിക്കുകയും ചെയ്തു. ഇതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഉത്തർപ്രദേശിലെ കാൺപൂരിനെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം. ഫ്ളാറ്റിൽ 11 വയസ്സുള്ള ഇരട്ട പെൺമക്കളെ കഴുത്തറുത്ത് കൊന്നതിന് പിന്നിൽ എന്താണ് കാരണം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സ്വന്തം അച്ഛന് പെൺമക്കളെ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നു. പ്രതി പോലീസിനെ വിളിച്ച് കൊലപാതക വിവരം അറിയിച്ചു എന്നതും ഞെട്ടിക്കുന്നതാണ്. മെഡിക്കൽ റെപ്പായി ജോലി നോക്കുകയാണ് ഇയാൾ. ബീഹാറിലാണ് ജോലി. ഭാര്യ രേഷ്മ, ഇരട്ട പെൺമക്കളായ റിദ്ധി, സിദ്ധി, 6 വയസ്സുള്ള മകൻ എന്നിവരോടൊപ്പമാണ് ഇയാൾ താമസിച്ചിരുന്നത്. ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് ഇയാൾ സംശയിച്ചിരുന്നു എന്നും മകനോടൊപ്പം ജീവിക്കണമെന്നും പെൺമക്കളെ താൻ പരിപാലിക്കുമെന്നും പലപ്പോഴും ഭാര്യയോട് ഇയാൾ ആവശ്യപ്പെടാറുണ്ട് എന്നും പോലീസ് പറയുകയാണ്. ശശി വിഷാദ രോഗത്തിന് അടിമയായിരുന്നു എന്നും അവരുടെ വീട്ടിൽ ഒന്നിലധികം CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എന്നുമാണ് രേഷ്മ പറയുന്നത്. ശശി അവരുടെ പെൺമക്കളുടെ മുറികളിൽ കയറാൻ പോലും അനുവദിക്കുന്നില്ല എന്നും അവർ ആരോപിച്ചു. ശനിയാഴ്ച അത്താഴം കഴിച്ച ശേഷം ശശി പെൺകുട്ടികളെ ഉറങ്ങാൻ കൊണ്ടുപോയി. മക്കളോടൊപ്പം ഉറങ്ങണമെന്ന് ഇയാൾ വാശി പിടിക്കുകയായിരുന്നു. പുലർച്ചെ 2:30 ഇയാൾ പെൺമക്കളിൽ ഒരാളെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തി. പിന്നാലെ രണ്ടാമത്തെ മകളെയും കൊലപ്പെടുത്തി. 2 മണിക്കൂറിന് ശേഷം അയാൾ പോലീസിന്റെ അടിയന്തര പ്രതികരണ സേവന നമ്പറിൽ വിളിച്ച് വിവരം അറിയിച്ചു. ഫ്ളാറ്റിലെത്തിയ പോലീസ് കഴുത്തറുത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന 2 പെൺകുട്ടികളെയും കണ്ടെത്തുകയായിരുന്നു. ഈ സമയം ഇയാൾ അകത്തുണ്ടായിരുന്നു. പശ്ചിമബംഗാൾ സ്വദേശിയായ രേഷ്മ കാൺപൂരിലെ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ശശിയെ കണ്ടുമുട്ടുന്നത്. 2014 ഇവർ വിവാഹിതരായി. തുടർന്ന് ഇവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് ഇയാളെ നയിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്.